ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കടല പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കടല പായസം വയ്ക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായി കഴുകിയെടുത്ത 250 ഗ്രാം അളവിന് കടലയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായതിന് ശേഷമാണ് ആ കടല ഉരുളിയിലിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് നേരം ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കടലയുടെ ഒരു പച്ച മണമൊന്ന് മാറുമ്പോഴത്തേക്ക് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് നേരിട്ട് കുക്കറിലോട്ട് കടലയിട്ട് വേവിച്ചിട്ട് കടലപ്പായസം തയ്യാറാക്കാനും പറ്റും. പക്ഷേ ഇതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ട് നമ്മുടെ പായസം റെഡിയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റുന്നത്. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴത്തേക്കും ഇത് ഏതാണ്ട് പാകമാവും. ഈ 3 മിനിറ്റ് വഴറ്റുകയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഇരിക്കേണ്ടത്. അത് കണക്ക് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ അറിയാമല്ലോ, അശ്വതി സ്ട്രീം വിത്ത് നിധി. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അത് ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ ചാനൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ്സായി തീരുകയുള്ളൂ. അപ്പം ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഏകദേശം ഒരു 3 മിനിറ്റോളമൊക്കെ ആവും. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഈ കടല വറുത്തതിന് ശേഷം അത് കുക്കറിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കുക്കറിലോട്ട് മാറ്റുമ്പോൾ അതിൽ ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിക്കണം. ഏകദേശം ഒരു 2.5 കപ്പോളം ചൂടാക്കിയ വെള്ളം ഒഴിച്ച് വേകാനായിട്ട് വെക്കണം. സാധാരണ നമ്മൾ പുതിയ കുക്കറാണെങ്കിൽ ഒരു 3 ഊത്തൊക്കെ വിസിൽ കേട്ടാൽ മതിയാവും. പിന്നീട് എൻ്റേത് ഇച്ചിരി പഴകിയ കുക്കറാണ്, അതുകൊണ്ട് ഞാനൊരു 4 വിസിൽ കേൾക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 വിസിൽ കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ആവി മൊത്തം പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ കഴിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരറ്റത്തോട്ട് നമുക്കിങ്ങനെ ഉടയ്ക്കാനായിട്ട് കഴിയും, തവി ഉപയോഗിച്ച് ഉടയ്ക്കാനായിട്ട് കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരികളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്കിത് തരിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ കടല ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് ശർക്കരപ്പാനി കാച്ചുന്നതിലോട്ട് പോവാം. ഏകദേശം 500 ഗ്രാമിന് മുകളിൽ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒന്നിടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, തീ കൂട്ടി വയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ ശർക്കര അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൈ മാറ്റാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെയ്യേണ്ടത്. ശർക്കരപ്പാനി തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ശർക്കരപ്പാനി തണുക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഈ അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ശർക്കരയിൽ പൊടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാനാണ്. ഇത് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചൗവരിയാണ്. ഏകദേശം 100 ഗ്രാമിന് താഴെ അളവിന് ചൗവരിയാണ് 250 ഗ്രാം കടലയ്ക്ക് വേണ്ടത്. ഇത് ചൗവരി തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാം. തിളച്ച വെള്ളത്തിലേക്ക് ചൗവരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ മാറ്റരുത്. ഒരേ കണക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ചൗവരി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഈ പായസത്തിൽ ചേർക്കുമ്പോഴാണ് പായസത്തിന് ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക. പായസം വയ്ക്കാനായിട്ടുള്ള ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ച് ഉരുളി നന്നായി ചൂടായതിന് ശേഷം അതിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടാവാനായിട്ട് അനുവദിക്കണം. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കുഞ്ഞു ബൗളിൽ തേങ്ങാക്കൊത്തിടുകയാണ്. തേങ്ങാക്കൊത്തെന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതാണ്. അത് വളരെ കനം കുറച്ച് വേണം അരിയാൻ, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അത് പാകമായതിന് ശേഷം ഏതാണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഇടണം. അണ്ടിപ്പരിപ്പ് കാഷ്യൂസ് ഇട്ടിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഇനി മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കറുത്ത മുന്തിരിങ്ങയാണ് ഉള്ളതെങ്കിൽ അതിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അത് 3 ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഈ അണ്ടിപ്പരിപ്പായാലും മുന്തിരിങ്ങയായാലും തേങ്ങാക്കൊത്താണെങ്കിലും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇടാം. അതനുസരിച്ചുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലിടുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ കടല വെന്തത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊഴിക്കുകയാണ്. ഒഴിച്ചിട്ട്
ആ നെയ്യ് അതിൻ്റെ അകത്തുണ്ട്, അതിലോട്ടാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ നെയ്യ് അതിലോട്ടൊന്ന് മിക്സ് ആവണം. ഒത്തിരി നേരം അതൊന്ന് തിളച്ച് വരണ വരെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കടല നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചവ്വരിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. കടല ഈ ഒരു കൊണ്ട് നല്ലോണം ഒന്ന് ഒരിക്കൽ കൂടെ വേകാനായിട്ടാണ് നന്നായിട്ട് തിളയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ചവ്വരി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചവ്വരിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് കടലയും ചവ്വരിയും കൂടെ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു അല്പനേരം ഒന്ന് വേകാനായിട്ട് ഒന്ന് അനുവദിക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് വേകാനായിട്ട് അതിനെ അനുവദിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിന് താഴെ ആയിരിക്കണം നമ്മുടെ തീ അപ്പോഴൊക്കെ ഉണ്ടാവുക. കടലയും ചവ്വരിയും തിളച്ച് വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര ഒഴിക്കുകയാണ്. ശർക്കര ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ. ഒരിക്കൽ കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചോളണം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ചധികം സമയം ഇതൊന്ന് ശർക്കര ഒന്ന് തിളച്ച് വരണ വരെ, ശർക്കര ഒഴിച്ചിട്ട് നമ്മുടെ പായസം ഒന്ന് തിളച്ച് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൂട്ടുകാരെ, നമ്മൾ ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് 250 ഗ്രാം അളവിന് കടലയാണ്, 500 ഗ്രാം അളവിന് ശർക്കര, 100 ഗ്രാം അളവിന് താഴെ മാത്രം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തേങ്ങയാണ് ഇവിടെ പാലെടുക്കുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ പ്രത്യേകം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1-ാം പാല് ആദ്യം ഒഴിക്കത്തില്ല. നമ്മൾ 2-ാം പാല് ഏകദേശം 2.5 ഗ്ലാസ് അളവിന് 2-ാം പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. 2-ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് നമ്മുടെ പായസം ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം വരെ, തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പം വളരെ ലൂസായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇത് നമ്മളൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ ഒത്തിരി സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 2-3 മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ഇതൊന്ന് തിളച്ച് കുറുകി വരും. അതുവരേക്കും ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് നോക്കണം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. നന്നായിട്ട് തിളച്ചൊന്ന് വരണം. ഒരു 1-ാം പാൽ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകണം. ഇപ്പം നമ്മുടെ പായസം ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അത് നന്നായിട്ടൊന്ന് കുറുകണം. കുറുകിയതിന് ശേഷം ഏകദേശം 1 ഗ്ലാസ്സിനും താഴെ 1-ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അതൊഴിക്കണം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം നന്നായിട്ട് തിളയ്ക്കണമെന്നില്ല, ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ സ്പെഷ്യൽ കടലപ്പായസം റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് സദ്യയ്ക്കും വിളമ്പുന്നതിനും അല്ലാണ്ട് കുടിക്കുന്നതിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മാത്രം അളവിൽ കടലയാണ്. ഇത് ഏകദേശം 10 പേർക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. പഴം കൂട്ടി കഴിക്കുകയോ പപ്പടം കൂട്ടി കഴിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ശ്രുതി സ്ട്രീം വിത്ത് നിധി. അതെല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടിൽ ദെൻ, നാളെ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അതുവരേക്കും ബൈ, സീ യു.